ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ബ്രൊക്കോളി. ഈ സാധനം വലിയ ഒരെണ്ണം വാങ്ങിച്ചതാ, കുറച്ചൊക്കെ പുഴുങ്ങിയൊക്കെ കഴിച്ചു. ഇത് നമുക്ക് തോരൻ വെച്ച അടിപൊളിയാട്ടോ. അപ്പൊ ഒരു കഷ്ണം ബാക്കി ഇരുന്നപ്പോ നമുക്കൊന്ന് തോരൻ വെച്ചേക്കാന്ന് വെച്ചു. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. ആദ്യം തന്നെ ഇല്ലേ, ഇത് നല്ലപോലെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഓരോ ഇതളടത്തി നമ്മള് ചെറുതാക്കി കൊത്തി അരിയണം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ ചേർത്ത് തോരൻ വെക്കാം, അല്ലെങ്കിൽ ബീഫും കൂടെ ചേർത്ത് തോരൻ വെക്കാം. അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമാണ്. നോയമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാ. അപ്പൊ ഇന്ന് നമുക്ക് ഇത് മാത്രമായിട്ടൊന്ന് തോരൻ വെക്കാം. ആദ്യം ഇത് ഓരോ ഇതളും ഇങ്ങനെ അടത്തി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നമ്മള് കോളിഫ്ലവർ ഒക്കെ ചെയ്യത്തില്ല, അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും പുഴുവോ ഒക്കെ ഉണ്ടോ എന്നൊന്നും നല്ലപോലെ നോക്കിയിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തോണ്ട് വരാം. ബ്രൊക്കോളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 സവോള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതാ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഈ ബ്രൊക്കോളിക്കകത്തോട്ടെ പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ ഈ സവോള, തേങ്ങ എല്ലാം കൂടെ ഇങ്ങ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്. കടുകൊക്കെ പൊട്ടി റെഡി ആയിട്ട് വന്നപ്പം ദാ ഇതങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തേക്കാവേ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചെറിയൊരു വേവുണ്ട്, നമുക്ക് മൂടി അങ്ങ് വെച്ചേക്കാം. ചെറു തീയിൽ ഇരുന്നങ്ങ് വെന്തോട്ടെ. മൂടി വെച്ചിട്ടേ ഇത് ആവിയിൽ അങ്ങ് വെന്തോട്ടെ കേട്ടോ. അതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞതല്ലേ, അതുകൊണ്ട് ആ ആവിയിൽ വെന്താ മതിയേ. നല്ല ടേസ്റ്റുള്ള ഒരു തോരന. ഈ സമയത്താണ് നിങ്ങൾ ഒന്ന് ആവി കയറി ഇളക്കി കഴിയുമ്പോഴാണ് നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനും ഇട്ട് കൊടുക്കണം, വേവിച്ചു വെച്ച ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഒന്നുകിൽ നുള്ളി പറിച്ചിടുക, അല്ലെ ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയിട്ട് ഒന്നിടുക. ബീഫ് ആണെങ്കിലും വേവിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് അതിനകത്ത് ഇട്ടാൽ മതിയേ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ക്യാബേജിനകത്ത് ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്, ക്യാബേജ് തോരനകത്ത്. അതുപോലെ തന്നെ ഇതിനകത്തും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നോയമ്പായതുകൊണ്ട് ഞാൻ കാണിക്കാത്ത, ഇനി ഒരു അവസരത്തിൽ നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കണേ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ, ഒറ്റ പ്രാവശ്യം കൂടെ ഒന്നാവി ചേർക്കോട്ടെ. നമ്മുടെ തോരൻ റെഡി ആയോന്നൊന്ന് നോക്കണ്ടേ. എന്താ നമ്മുടെ തോരനൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ചിക്കനോ ബീഫോ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റാ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.